സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഫെഡറൽ സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ 2014 ഇവർ അധികാരത്തിലേറുന്ന സമയത്ത് രാജ്യത്ത് പറഞ്ഞത് 1 കോടി ജനങ്ങൾക്ക് പ്രതിവർഷം തൊഴിൽ നൽകുമെന്നാണ്. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ രാജ്യത്തെ തൊഴിലവസരങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2014 മുതൽ ഇന്നേ വർഷം വരേക്കുള്ള റെയിൽവേയുടെ കണക്കിലുള്ള അവസരങ്ങൾ 10 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങളാണ് റെയിൽവേയിലുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ 2013 6000 പേർക്ക് മാത്രമാണ് തൊഴിലവസരം ഉണ്ടായിട്ടുള്ളത്. 10 ലക്ഷത്തിൽ 6000 പേർക്ക് മാത്രം. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, 45 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. എന്നിട്ടാണ് രാജ്യത്തെ പുരോഗമനത്തെക്കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആഗോളതലത്തിൽ 125 രാജ്യങ്ങളിൽ 111 സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതില്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കൂടുന്തോറും സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക്, കടക്കെണിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ ദുരിതപൂർണമായ ഒരവസ്ഥയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ അവരുടെ കഠിനമായ പരിശ്രമവും ആ സമ്പത്ത് നമ്മുടെ നാടുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് അതിന്റെ പ്രയാസം ഇന്നേ വരെ നമ്മൾ കൂടുതലായി അനുഭവിക്കാത്തത്. മറിച്ച് മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളം വിട്ട മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ രീതിയിൽ പട്ടിണിയിലേക്ക് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് 111ാമത്തെ സ്ഥാനത്തേക്ക് ലോകത്ത് പട്ടിണി രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നാണ് ഈ ജാഥയിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മറ്റൊന്നായി ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം കർഷകരുടെ അവസ്ഥ എന്താണ്? ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ആയിരക്കണക്കിന് വരുന്ന കർഷകർ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനാധിപത്യപരമായി സമരം ചെയ്യേണ്ട ഒരു പൗരന്റെ അവകാശങ്ങളെ പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കടന്നു പോകുന്ന എല്ലാ റോഡുകളിലും ബാരിക്കേഡ് ഇട്ടുകൊണ്ട് അവരെ തടയുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അവർക്ക് ജീവിക്കാനുള്ള അവസരത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അതിനെയെല്ലാം ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലേറുന്ന സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങളോട് നൽകിയിട്ടുള്ള, കർഷകരോട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തായിരുന്നു? നിലവിലുള്ള അവരുടെ വരുമാനത്തെക്കാൾ ഇരട്ടി വരുമാനമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കർഷകരെ മാറ്റിയെടുക്കുമെന്നായിരുന്നു ഇവർ വാഗ്ദാനം ചെയ്തത്. എങ്കിൽ ഓരോ ദിവസവും രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശരാശരി 30ഓളം വരുന്ന കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ക്രൈം റെക്കോർഡ് പ്രകാരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വേണ്ടി ഇവർ പണിയെടുക്കുന്നത്, അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാമല്ലോ, ആയിരക്കണക്കിന് വരുന്ന കർഷകര്, 10,000 വരുന്ന കർഷകരാണ് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അങ്ങ് തലസ്ഥാന നഗരിയിൽ സമരം നടത്തിയത്. ആ സമരത്തെ പോലും മട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാരം ശ്രമിച്ച് 100 വരുന്ന കർഷകരാണ് ധീരോദാത്തമായ രക്തസാക്ഷിത്വം വരിച്ചത്. അങ്ങനെ ആ സമരത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ചർച്ചയിലൂടെ അവർക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം പോലും പാലിക്കാത്ത ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് കർഷക സമൂഹം അങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സമരം ഞങ്ങൾക്ക് പ്രശ്നമല്ല, അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരെ അടിച്ചമർത്താനുമില്ല
ഇല്ലാതെയാക്കാനുള്ള എല്ലാവിധ കളികളും ഞങ്ങൾക്കറിയാമെന്നുള്ള ദാഷ്ട്യത്തോടു കൂടിയാണ് ഇന്ന് ഫാഷിസം നമ്മുടെ രാജ്യത്ത് കർഷകർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കർഷകർ അവർ വിളവെടുത്ത് അവർ പണിയെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ വിഭവങ്ങളും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കർഷകർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളവിന് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ അവരുടെ നാടുകളിലെത്തും, അവരുടെ വീടുകളിലെത്തും, അവരുടെ കൃഷിസ്ഥലങ്ങളിലെത്തും. എന്നിട്ട് പറയും അവർക്ക് പലിശക്ക് പണം നൽകും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തും. അങ്ങനെ പാവപ്പെട്ട കർഷകരെ അവരുടെ വരുതിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അവസാനം നിവൃത്തിയില്ലാതെ നട്ടത്തില് കർഷകരെ ഈ കോർപ്പറേറ്റുകൾക്ക് അവരുടെ വിഭവങ്ങൾ നൽകേണ്ടി വരും. അങ്ങനെ വിഭവങ്ങൾ നൽകി ഓരോ വർഷത്തിലും ലക്ഷക്കണക്കിന് വരുന്ന രൂപ നഷ്ടമാകും. അങ്ങനെ വായ്പ തിരിച്ചു നൽകാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊരു പരിഹാരം കേന്ദ്ര സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ഈ ജാഥയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ തുടച്ചു നീക്കാനുള്ള, കൽത്തുറങ്കിലടക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടില് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ പൗരത്വ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പ്രബുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികള് ഒരുപാട് കാലം സമരങ്ങൾ നടത്തിയതാണ്, പ്രതിഷേധങ്ങൾ നടത്തിയതാണ്. പൗരത്വം എന്നുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തെ ഭരണഘടന വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നു, മതപരമായിട്ടുള്ള വിവേചനം ഈ രാജ്യത്ത് അനുവദനീയമല്ല. ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ അവകാശമാണുള്ളത്. എന്നാൽ പൗരത്വ നിയമത്തില് NRC, CAA ഉൾപ്പെടെയുള്ള നിയമത്തിൽ എന്താണ് പറയുന്നത്? ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളില് മുസ്ലിങ്ങള് 1951 നിങ്ങൾ അവരുടെ ഉപ്പാപ്പമാരുടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ രേഖകള് ഗവൺമെന്റ് സംവിധാനത്തിൽ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ രണ്ടാം കിട പൗരന്മാരാകുന്നു. എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് ഇതര വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് 1951 രേഖ കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവരുടെ മുൻഗാമികൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. 6 വർഷം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള രേഖ മാത്രം സമർപ്പിച്ചാൽ മതി. ഇനി അതുമില്ല എങ്കിൽ 6 വർഷം കാത്തിരിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങള് രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള വളരെ കൃത്യമായ അജണ്ടയാണ് ഫാഷിസ്റ്റ് ഗവൺമെന്റ് പൗരത്വ നിയമത്തിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ ഭരണഘടനക്കെതിരാണ്. ഇത് വിളിച്ചു പറയേണ്ടതില്ലേ? അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, മുത്തലാഖ് ബില്ല് പാസാക്കി. എന്താണ് പറയുന്നത്? ഈ രാജ്യത്തെ ഒരുപാട് മതസമൂഹങ്ങളുണ്ട്, ജാതിയുണ്ട്, വർഗമുണ്ട്, വർണ്ണമുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ മാത്രം വിവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ, ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുത്തലാഖ് നിയമപ്രകാരം അവരെ മാത്രം ജയിലിലിടണമെന്നാണ്. അങ്ങനെ തീർത്തും മതപരമായിട്ടുള്ള വിവേചനമാണ് ഈ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NIA എന്ന് പറയുന്ന അന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, ന്യായത്തിന് വേണ്ടി സംസാരിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന മുഴുവൻ സംഘടനകളെയും, രാഷ്ട്രീയ നിരീക്ഷകന്മാരെയും, അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാരെയും, മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് UAPA നിയമപ്രകാരം ജയിലിലടക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ കാണുന്നത്? തീർത്തും വിവേചനപരമായിട്ടുള്ള സമീപനം. ഫാഷിസത്തിനെതിരെ, സംഘപരിവാരത്തിനെതിരെ, RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ UAPA നിയമം, അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൽത്തുറങ്കിലടക്കുന്നു. എന്നാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആയിരക്കണക്കിന് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകള് ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ട് വിജയിക്കാൻ ഉള്ള ഇടപെടൽ നടത്തിയത്.
ഏതെങ്കിലും തരത്തിലുള്ള കേസെടുത്തോ? കള്ളനോട്ടടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിയില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചോ? രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളില് ഇത്തരത്തിലുള്ള ഇടപെടലുകള്, വർഗീയ കലാപങ്ങള്, അക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റുകൾക്ക് ഓശാന ചെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെതിരെ സംസാരിക്കുന്നവരെയെല്ലാം കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ ഒരവസ്ഥയാണ് ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പോലും ഫാഷിസ്റ്റുകൾക്കെതിരെ, ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ സമയത്ത് 146 MP-മാരെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കാനും നമ്മൾ അയച്ചിട്ടുള്ള MP-മാരെയാണ് 147 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, ആ സമയത്ത് 17 ജനവിരുദ്ധമായിട്ടുള്ള ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥ. ഇതൊരു മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട്. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സമരത്തിനിറങ്ങണമെന്ന്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രബുദ്ധമായ ജനാധിപത്യ സമൂഹം, മതേതര സമൂഹം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്കെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ, പ്രതിഷേധങ്ങളിലൂടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നമ്മൾ വീണ്ടെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമയം വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട രണാങ്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വരിച്ച ധീരദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ ചരിത്രമെന്നെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. അന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് അധിനിവേശ ശക്തികള് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ അവരുടെ കൈകളില് സമ്പത്തുണ്ടായിരുന്നില്ല, അവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുമുള്ള സമ്പത്തും മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ഒരു കാര്യം മാത്രമായിരുന്നു അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നത്, ഒരു കാര്യം മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്, ഒരൊറ്റ സ്വപ്നം മാത്രമായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. എന്തെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്ക് മുന്നില് കൂപ്പുകൈകളോടുകൂടി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതോടൊപ്പം തന്നെ അങ്ങനെ കൂപ്പുകൈകളോടുകൂടി നിന്ന് കഴിഞ്ഞാൽ വരുന്ന തലമുറ നമ്മളോട് ചോദിക്കും, ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്ക് മുന്നില് ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകള് കൈകൂപ്പി നിൽക്കുകയും അടിയറവ് പറയുകയും ചെയ്തതിന്റെ പരിണിത ഫലമായിക്കൊണ്ടാണ്, അടിമകളായിക്കൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കേണ്ടി വന്നത് എന്ന് ഒരവസ്ഥ നമുക്ക് വരും. അതുകൊണ്ട് അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ ആളുകള് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തി. അതിന് ജാതിയില്ലാതെ, മതമില്ലാതെ, വർഗമില്ലാതെ, വർണ്ണമില്ലാതെയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ചെമ്പം പോക്കരും മത്തം കുരിക്കലും ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. അങ്ങനെ വലിയ ആയുധബലവും അംഗബലവും എല്ലാവിധ ശേഷിയുമുള്ള ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നല്ലൊരു ഭരണഘടന നമുക്ക് അവർ നൽകി. ഇന്ന് ഈ ഭരണഘടനയുടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും തലമുറയോട് നമുക്ക് സമാധാനം പറയേണ്ടി വരും. ഇന്നത്തെ പിച്ചുപൈതങ്ങളോട് നമുക്ക് സമാധാനം പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NRC-യും CAA പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ സമ്പത്തും സംഘപരിവാര ഫാഷിസ്റ്റ് ശക്തികള് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും അപകടകരമായ സാഹചര്യത്തിലേക്കാണ് ജനാധിപത്യ ചിന്ത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാബരിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പതിറ്റാണ്ടുകളോളം നമ്മൾ സംസാരിച്ചു. 1949 മുതൽ 1992 വരെ അതിന്റെ പതനം വരെ നമ്മൾ സംസാരിച്ചു.
പിന്നീട് 3 പതിറ്റാണ്ടുകളോളം നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ പോരാട്ടത്തിന്റെ നാളുകളിൽ നിയമം ഇവിടെ സാധ്യമായിട്ടില്ല, ന്യായം ഇവിടെ സാധ്യമായിട്ടില്ല. നമുക്കറിയാമല്ലോ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചു. UPA ഭരിക്കുന്ന കാലഘട്ടത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണമുള്ള കാലഘട്ടത്തിൽ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ വെച്ചു. വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറഞ്ഞു, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്, അക്രമമാണ് അയോധ്യയിൽ നടന്നിട്ടുള്ളത്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ലാൽകൃഷ്ണ അദ്വാനിയാണ്, ഉമാഭാരതിയാണ്, മുരളി മനോഹർ ജോഷിയാണ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വളരെ കൃത്യമായി കൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ വെച്ചിട്ടും ഒരു ദിവസം പോലും ജയിലിലടക്കുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ നമ്മുടെ രാജ്യത്തെ മതേതരമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുത്ത സമയത്ത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിചിത്രമായ വിധിയിലൂടെ ആരാണോ ഇരകളാക്കപ്പെട്ടത്, ഇരകൾക്ക് നീതി നൽകാതെ അക്രമകാരികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങ് അയോധ്യയുടെ മണ്ണില് ബാബരി മസ്ജിദ് പൊളിച്ച അതേ ഭൂമിയില് അവിടെ ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി, ഒരു ബിൽഡിംഗ് പണിയുകയുണ്ടായി. അങ്ങനെ തീർത്തും വിവേചനപരമായ സമീപനം സ്വീകരിച്ചു. അന്ന് പല ആളുകളും പറഞ്ഞു, ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാര് പറഞ്ഞു, CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഓരോ ഡിസംബർ വരുന്ന സമയത്തും കൃത്യമായി കൊണ്ട് ചുമരുകളിൽ എഴുതി വെക്കും, ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന്റെ അവകാശം എന്നുള്ള നിലക്ക്, ഒരു സമര രീതി എന്നുള്ള നിലക്ക് ബാബരി മസ്ജിദ് മറക്കുകയില്ല. ഫാഷിസ്റ്റ് വിരുദ്ധ ദിനമാണ് കഴിഞ്ഞ ഡിസംബർ 6 പോലും രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തി. അപ്പൊ പല ആളുകളും പറഞ്ഞു, നിങ്ങൾ ഇഞ്ഞും അത് മറന്നിട്ടില്ലേ, ഒരു പള്ളിയല്ലേ അത് വിട്ടുകൊടുക്കാം, ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്ന് പല ആളുകളും പറഞ്ഞു. അന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി കൊണ്ട് ഫാഷിസത്തെ കുറിച്ച്, RSSനെ കുറിച്ച്, അവരുടെ കൃത്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു, ഇത് ഒന്നിൽ അവസാനിക്കുന്നതല്ല. എന്നാൽ 3-4 പതിറ്റാണ്ടുകളോളം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നടന്നു വന്ന് ബാബരി മസ്ജിദ് തകർത്തിട്ടുണ്ട് എങ്കിൽ രണ്ടാമതായി കൊണ്ട് ഗ്രാൻഡ് മാഫിയയെ കുറിച്ചായിരുന്നു പിന്നീട് ചർച്ച. അതിന് നൂറ്റാണ്ടിന്റെ ചർച്ചയില്ല, പതിറ്റാണ്ടുകളുടെ ചർച്ചയില്ല, വർഷങ്ങളുടെ ചർച്ചയില്ല, മാസങ്ങളുടെ ചർച്ച മാത്രം. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഫാഷിസത്തിന്റെ അജണ്ട. 2014 RSSകാരന് ഹർജി കൊടുക്കുന്നു പ്രാദേശികമായ കോടതിയിൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേൽക്കോടതി കേന്ദ്ര സർക്കാരിനോട് ഇതിന്റെ നിലപാടിനെ കുറിച്ച് ചോദിക്കുന്നു. കേന്ദ്ര സർക്കാർ അഭിപ്രായം പറയുന്നില്ല. പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന് ഓരോ സിറ്റിംഗ് വരുമ്പോഴും കേന്ദ്ര സർക്കാർ അതിൽ അഭിപ്രായം പറയുന്നില്ല. അവസാനം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് അവിടെ കയറ്റിയ ബിൽഡിംഗിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ദിവസങ്ങൾ നീണ്ടു കഴിഞ്ഞ സമയത്ത് സർക്കാർ അഭിപ്രായം പറയുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വെറും ദിവസങ്ങൾക്കുള്ളിൽ, എന്ന് പറഞ്ഞാൽ 1991 രാജ്യത്തിന്റെ പാർലമെന്റും രാജ്യസഭയൊക്കെ പാസാക്കിയ ഒരു നിയമമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 947 മുതലുള്ള മുഴുവൻ ആരാധനാലയങ്ങളും തൽസ്ഥിതി തുടരണമെന്നുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഗ്രാൻഡ് വാപ്പി മസ്ജിദിലെ പള്ളി കമ്മിറ്റിയൊക്കെ കോടതിയിൽ പോയി, എന്നിട്ട് നിയമം വെച്ചു. മേൽക്കോടതിയിൽ പോയപ്പോൾ ഇവിടെ നടക്കൂല, അതിന്റെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാനിതിലൊരു മാധ്യമ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം കേൾക്കുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ നിയമം പാസാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജഡ്ജി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 1991 ഒരു നിയമം, അതിൽ പറയുന്നു 947 മുതലുള്ള മുഴുവൻ ആരാധനാലയങ്ങളും തൽസ്ഥിതി തുടരണമെന്നുള്ള നിയമത്തിന് ഒപ്പുവെച്ച അതേ ആള് തന്നെയാണ് നിലവിൽ അതിലെനിക്ക് തീരുമാനം പറയാൻ കഴിയൂല എന്ന് പറഞ്ഞ് ഫാഷിസത്തോട് കൂറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതും കഴിഞ്ഞ് ഒരുപാട് പള്ളികളെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പല ആളുകളും പറഞ്ഞത് കേരളത്തിലേക്കൊന്നും വരൂല, ഇവിടെ ഒന്നും അതിനെ കുറിച്ചൊരു പ്രശ്നം ഉണ്ടാവൂല. ഇപ്പൊ കഴിഞ്ഞൊരു 3 ദിവസം മുന്നേ പൊന്നാനി താലൂക്കില് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പുതിയൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കള്ളക്കഥ പ്രചരിപ്പിച്ച്
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. നമ്മളും കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് മാത്രമല്ലോ നമ്മൾ പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നമാണ്. ഒരിക്കലുമല്ല. ഈ രാജ്യത്ത് ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അവര് പ്രവർത്തനം ആരംഭിച്ച് തുടക്കം മുതൽ തന്നെ അവരുടെ ഭരണഘടനയായിട്ടുള്ള വിചാരധാരയിൽ ബെഞ്ച് ഓഫ് തോട്ടിൽ വളരെ കൃത്യമായി ശത്രുവിനെ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ക്യാൻസറുകളായിട്ടുള്ള മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അവർ പറയുന്നു ഈ രാജ്യത്തെ ക്രൈസ്തവരെ ഈ രീതിയിൽ ആക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രം സ്ഥാപിക്കാൻ സാധ്യമുള്ളൂ. അതിലൊന്നാമത്തെ ശത്രുവിനെ അവർ ഈ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ശത്രുവിനെയും കൃത്യമായി നിർവചിച്ചുകൊണ്ടാണ് രാജ്യത്ത് ഇവർ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ മണിപ്പൂരിൽ നമ്മൾ കണ്ടത്. എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചത്? 2002 ഗുജറാത്തിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ അതേ പതിപ്പായിരുന്നു മണിപ്പൂരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് വരുന്ന പച്ചമനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് അത് കണ്ടുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഫാഷിസത്തെയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിലിട്ടുകൊണ്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി, ആ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ പോലും സംസ്ഥാന സർക്കാരുകള് പരോൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതേ പതിപ്പ് തന്നെയായിരുന്നു മണിപ്പൂരിലും കണ്ടത്. വളരെ പരസ്യമായി കൊണ്ട് 2-3 സഹോദരിമാരെ നഗ്നയാക്കി പിടിച്ചുകൊണ്ടുപോയി കൂട്ടുബലാത്സംഗം ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 212ഓളം വരുന്ന ക്രൈസ്തവ ചർച്ചുകൾ തകർത്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തേ ഇന്ന് അതിനെ കുറിച്ച് ചർച്ചയില്ല? ഇന്ന് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹം ആരാരുമില്ലാത്ത രീതിയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അക്രമികളുടെ മുന്നിൽ കൂപ്പുകൈകളോടുകൂടി നിൽക്കേണ്ട ഒരു സാമൂഹിക സാഹചര്യമാണ് ഈ രാജ്യത്തെ ക്രൈസ്തവർക്കുള്ളത് എങ്കിൽ രണ്ടാമത്തെ ശത്രുവിനെയും പിടികൂടിക്കൊണ്ടാണ് ഫാഷിസം നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 4-5 ദിവസം മുന്നേ ചാനൽ ചർച്ചയിൽ RSSന്റെ പ്രധാനമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന RV ബാബു എന്ന് പറഞ്ഞു, ഗുരുവായൂരിലുള്ള ക്രൈസ്തവ ക്ഷേത്രം, ക്രൈസ്തവ പള്ളി, അമ്പലം തകർത്തിട്ടാണ് കയറ്റിയത്. രണ്ടാമത്തെ ശത്രുവിലേക്കും ഫാഷിസം എത്തിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വളരെ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടങ്ങളിൽ പോലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളില് ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല. മറിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരന്റെ ചൂന്നക്കിയും അവരോട് ഓരം ചേർന്നും രാജ്യത്തെ ഒറ്റുകൊടുത്തവരായിട്ടുള്ള ചരിത്രമാണ് RSSനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് വിളിച്ചു പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. നാഥുറാമിനായ ഗോഡ്സെ എന്ന് പറയുന്ന RSSകാരനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി അതിന്റെ പ്രവർത്തനത്തിൽ അതിന്റെ ആശയം ഈ രാജ്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഫാഷിസത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഫാഷിസത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന വർഗീയ കലാപങ്ങളിലൂടെ ആയിരക്കണക്കിന് വരുന്ന പച്ചമനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള അക്രമ പദ്ധതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് മഹാഭൂരിപക്ഷം വരുന്ന സമയത്തും കൂടുതൽ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ഇവിടെയുള്ള മതേതര സർക്കാരുകളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളായിരുന്നു, മതേതര ഗവൺമെന്റുകളായിരുന്നു. എന്തുകൊണ്ട് ഈ ഫാഷിസത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് മാതൃകാപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് പരിഹാരം.
ഞങ്ങളായിട്ടുള്ള മുന്നണികളാണ് പരിഹാരം. ഇതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ഒരു ശക്തിയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഒരു ശക്തിയുമില്ലാത്ത ഫാസിസത്തെ ക്രിയാത്മകമായ രീതിയിൽ നിയമപരമായി കൊണ്ട് മാതൃകാപരമായി കൊണ്ട് നടപടി സ്വീകരിക്കുവാൻ ഈ രാജ്യത്തെ മതേതര സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 1992 ബാബരി പള്ളി തകർക്കപ്പെട്ട് അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. 1992 ഡിസംബർ 7-ാം തീയതി രാജ്യത്തെ ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്, ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് യഥാസ്ഥാനത്ത് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? അത് തകർക്കപ്പെട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിലുടനീളം നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന വർഗീയ കലാപങ്ങൾക്ക് ഫാസിസം നേതൃത്വം കൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ നിലക്ക് ഫാസിസം അവർ എല്ലാ അർത്ഥത്തിലും വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ജാഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തോട്, ഇവിടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളോട്, ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോട് SDPI ഒരു തരത്തിലും ശത്രുതാ മനോഭാവം സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആശയപരമായി കൊണ്ട് നിങ്ങൾ ഫാസിസത്തിനെതിരാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പല സമയങ്ങളിലും ഈ ഫാസിസത്തോട് ഓളം ചേർന്ന് നിൽക്കുന്ന സമീപനം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഫാസിസത്തെ കുറിച്ച് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു ജനവിഭാഗത്തിന്റെ മുന്നില് ഈ രാജ്യത്ത് ഒരു സമരം നടക്കേണ്ടതുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ സമരങ്ങളും പ്രതിഷേധങ്ങളുമായിക്കൊണ്ട് ഈ രാജ്യത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടെടുക്കണമെങ്കിൽ ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകണം, ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. എന്ത് തന്നെ സംഭവിച്ചാലും പിന്തിരിയാതെ ശക്തമായി മുന്നോട്ട് പോകുന്ന ആശയത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകളുള്ള, സമരത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വളർന്നു വരുമ്പോൾ ഈ രാജ്യത്തെ ഫാസിസത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വെറുതെ പറയുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി കൊണ്ട് ജനാധിപത്യ സമൂഹത്തിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടറിയാം. ഇതിനെ തകർക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളുമായി ഈ നാട്ടിലെ രാജ്യത്തെ ഫാസിസം കടന്നുപോയപ്പോഴും അതിന്റെ മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കിയിട്ടില്ല. അതിന്റെ മുന്നിൽ ഒരിക്കലും കൂപ്പുകൈകളോടുകൂടി ഈ പ്രസ്ഥാനം നിന്നിട്ടില്ല. ഈ പ്രസ്ഥാനം ഭയപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനം പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ചരിത്രം നിങ്ങളുടെ മുന്നിലുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രങ്ങളുണ്ടല്ലോ, അത് പറയാനുള്ളത് മാത്രമല്ല, അത് കേൾക്കാനുള്ളത് മാത്രമല്ല, അത് ജീവിത പദത്തിൽ പകർത്താനുള്ളതാണ്. NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നീതിക്കും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകരെ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെ ജയിലറയിൽ ഇട്ടുകൊണ്ട് പീഡിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ, അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ, അങ്ങനെ ഇതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളുമായി കൊണ്ട് ഫാസിസം അവരുടെ എല്ലാ കോമ്പല്ലുകളും നീട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊന്നും പതറാതെ മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരപരാധികളായിട്ടുള്ള ആളുകളെ, ഒരുപാട് ആളുകളെ ജയിലിലടച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച SP അമീർ അലി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം, അദ്ദേഹത്തെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി കേസിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് SDPIയുടെ പാലക്കാട് ജില്ലയിലെ പ്രവർത്തനത്തെ തടയിടാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾ തിരിച്ചറിയണം, അത് സാധ്യമല്ല. നൂറുകണക്കിന് വരുന്ന വ്യത്യസ്ത ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി കള്ളക്കേസിൽ കുടുക്കി, ജയിലിലടച്ചു. SDPIയുടെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ആശയത്തെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ള പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതോടൊപ്പം തന്നെ വിവേചനപരമായിട്ടുള്ള സമീപനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസം ഒരർത്ഥത്തിൽ ആ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ഫാഷിസത്തിനെ ഭയപ്പെട്ടുകൊണ്ട് മതേതരമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പോലും അതിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 വർഷം മുന്നേ ദാരുണമായ 2 സംഭവങ്ങൾ നടന്നു. കൃത്യമായി പറഞ്ഞാൽ 2ലും വിവേചനമില്ലാത്ത നടപടിയല്ല സ്വീകരിക്കേണ്ടത്. എന്നാൽ പാലക്കാട് ജില്ലയിലുടനീളം SDPയുടെ പ്രവർത്തകരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ RSS ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളെ ചങ്കിലെ ചോരയായ, ഞങ്ങളെ ഹൃദയത്തിന്റെ തുടിപ്പായ ഷഹീദ് സുബൈർ സാഹിബിനെ കൊലപ്പെടുത്തിയ ആ കേസിൽ 9 പേർ. അപ്പുറത്തെ കേസില് വഴിയിലൂടെ കടന്നുപോലും പിടിച്ചുകൊണ്ടുപോയി 63ഓളം പേർ. അത് മാത്രമല്ല, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷഹീദ് ഷാൻ സാഹിബിനെ നിഷ്ഠൂരമായി കൊണ്ട് കൊലപ്പെടുത്തി. അതിൽ എണ്ണപ്പെട്ട പ്രതികൾ. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു വക്കീലിനെ പോലും നിയമിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് അതിന്റെ പിറ്റേ ദിവസം കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടിയന്തരമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്നേറെ കണ്ടിട്ടില്ലാത്ത തൂക്കുകയർ അവർക്ക് നൽകുന്നു. എന്നിട്ട് ഭയപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഭയപ്പെടില്ല കേട്ടോ. SDPയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാഷിസത്തിന് മുന്നിൽ ഭയപ്പെടുന്നവരല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ഈ സ്വപ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തുല്യാവകാശങ്ങളോടുകൂടി ജീവിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം കൊടുത്ത ഈ അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളുടെ നേതാക്കന്മാര് ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരില് കൽത്തുറങ്കിലടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകും. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയി ഈ രാജ്യത്ത് വരും തലമുറ പറയും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ധീരോദാത്തമായ സമരങ്ങൾക്ക് തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് നേതൃത്വം കൊടുത്തതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് ഫാഷിസം കടന്നു വന്ന സമയത്ത് ജനാധിപത്യ രീതിയിൽ അവർക്കെതിരെ സമരം നടത്തി മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുള്ളത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാലിയങ്കുന്നതിനെ കുറിച്ചും വാലി മുസ്ലിയാരെ കുറിച്ചും ചെമ്പമ്പോക്കരെ കുറിച്ചും മത്തൻകുരിക്കളെ കുറിച്ചും ഝാൻസി റാണിയെ കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അവരെല്ലാം ബലികടിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ ഇഷ്ടങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് അവർ സമരം നടത്തിയത് എങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എങ്കിൽ, ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അവരേറ്റെടുത്ത ദൗത്യം നിർവഹിക്കേണ്ട ചുമതല ഓരോ ഇന്ത്യൻ പൗരനുമാണ് എന്ന് വെച്ചാൽ ശത്രുവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ജനാധിപത്യ സമരങ്ങളുമായി മുന്നോട്ട് പോകും. അങ്ങനെ ജനാധിപത്യ സമരങ്ങളുമായി മുന്നോട്ട് പോയി ഹിന്ദുത്വ ഫാഷിസം, സംഘപരിവാരണ സവർണ ശക്തികള് ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുകയും മഹനീയമായ ജനാധിപത്യം 950കളില് നമ്മുടെ രാഷ്ട്രശില്പികൾ നമുക്ക് നൽകിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ പൂവണിയും. അങ്ങനെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവരുമെല്ലാം ഒരേ ഒരു സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. കൊണ്ടും കൊടുത്തും വാങ്ങിയും ഇടപെട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ മാറേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറേണ്ടതുണ്ട്. ആ ദൗത്യമാണ് SDP നിർവഹിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. SDP സംബന്ധിച്ചിടത്തോളം പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് SDP പ്രവർത്തിക്കുന്നത്? ചില ആളുകൾ പറയും, കോൺഗ്രസിലെ, CPM-ലെ, മുസ്ലിം ലീഗിലെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ വാർഡ് മെമ്പറാകാം, ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച വില്ലേജ് ഓഫീസിൽ എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ നടക്കും, ജില്ലാ പഞ്ചായത്തിൽ നടക്കും, മറ്റെല്ലാ സംഗതികളും നടക്കും. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ SDP പ്രവർത്തിച്ചാൽ എന്താണ് നടക്കുന്നത്? SDP ആദ്യം മുന്നോട്ട് വെക്കുന്നത് പൊതുപ്രവർത്തനം എന്നുള്ളത് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ളതല്ല, മറിച്ച് രാജ്യത്തിന്റെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ അവരുടെ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് SDP-യുടെ ഉത്തരവാദിത്വം. എന്ന് മാത്രമല്ല, പല ആളുകളും പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയമായി വളരുന്നില്ലല്ലോ എന്നുള്ളത്. എന്നാൽ SDP വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ അന്വേഷണ ഏജൻസികളെയും
അതുപോലെ തന്നെ ഭരണകൂട സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും SDPI മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 3 വാർഡ് മെമ്പർമാർ SDPI ക്കുണ്ട്. അത് ഓങ്ങല്ലൂർ മാത്രമല്ല, അങ്ങ് ഉത്തർപ്രദേശിന്റെ മണ്ണില് UP-യില് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിന്റെ മണ്ണില് 2 ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുമ്പോഴും ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാക പിടിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കുകയും ജനപ്രതിനിധികളെ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ സാധിച്ചിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞു നിങ്ങൾ ഇവിടെയല്ല വേണ്ടത്, നിങ്ങൾ ഗുജറാത്തിലല്ല വേണ്ടത് എന്നുള്ളതാണ്. ഈ ഗുജറാത്തിന്റെ മണ്ണിലും SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ അവിടെ ഞങ്ങൾക്കുണ്ട്. അങ്ങ് കർണാടകയുടെ മണ്ണിൽ 252ഓളം വാർഡ് മെമ്പർമാരുണ്ട് SDPIക്ക്. ജാർഖണ്ഡിലുണ്ട് 48ഓളം വാർഡ് മെമ്പർമാരുണ്ട് SDPIക്ക്. ഇങ്ങനെ രാജ്യത്തിന്റെ 23 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പിന്നെ പല ആളുകളും ചോദിക്കും നിങ്ങൾ അധികാരത്തിൽ വരുമല്ലോ, നിങ്ങൾ ആരും കൂട്ടുമല്ലോ, നിങ്ങൾ തീവ്രവാദികളല്ലേ, നിങ്ങൾ ഭീകരവാദികളല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയും ഞങ്ങൾ പരിഹാരം കൊണ്ടുപോവുകയാണ്. ഇന്നും പ്രാദേശിക തലങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ SDPIയുടെ മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്താൽ ബില്ല് പാസ്സാവുള്ളൂ. അത് പല ആളുകൾക്കും ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ SDPIയുടെ വാർഡ് മെമ്പർ ഒപ്പിട്ട് കൊടുക്കണം. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അതിന്റെ പവർ. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും കൂടെ കൂട്ടുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമായിരുന്നു. അത് മാറാൻ വേണ്ടി പോവാണ്. അങ്ങ് തമിഴ്നാട്ടില് പ്രതിപക്ഷത്തിരിക്കുന്ന AIDMKയുമായി SDPI സഖ്യത്തിലായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരുപാട് സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ഈ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ പട്ടങ്ങൾ ചാർത്തിയ ആളുകളുണ്ടല്ലോ, SDPIയുടെ ഇപ്പോ തലയിൽ മുണ്ടിട്ടിട്ടാണ് വരുന്നത് എങ്കിൽ നേർക്ക് നേരെ വരുന്നൊരു കാലമുണ്ടാകും. അത് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലയിലെ പ്രസക്തി എന്താണ് എന്നുള്ളത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ആ തിരിച്ചറിയലിലൂടെ SDPI ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. ആ നിലക്കാണ് സാമൂഹിക സാഹചര്യങ്ങൾ വെളിവാക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, SDPI പറയുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഫാഷിസത്തെ ഇവിടെ പരാജയപ്പെടുത്തും. ജനപ്രതിനിധി എന്ന് പറഞ്ഞ പല ആളുകൾക്ക് മുന്നിലും ജനപ്രതിനിധികളുടെ എണ്ണം കൂടി വരും, MLA-മാരുടെ എണ്ണം കൂടി വരും, MP-മാരുടെ എണ്ണം കൂടി വരും. അങ്ങനെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാര്, പ്രവർത്തകർ MP-ആയും MLA-ആയും വാർഡ് മെമ്പറായും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും ഉണ്ടാകും. അങ്ങനെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഈ രാജ്യത്തെ സംരക്ഷിച്ചെടുക്കും, രാജ്യത്തെ വീണ്ടെടുക്കും. ആ രാജ്യത്തെ വീണ്ടെടുക്കുന്ന പോരാട്ടത്തിൽ ഈ നിർഭയത്വ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കണം. ഈ കഴിഞ്ഞ കാലങ്ങളില് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഓങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാനസികമായി സഹായിച്ചിട്ടുണ്ട്, ശാരീരികമായി സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, ജനപിന്തുണയോടുകൂടി ഇവിടെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് 3 മെമ്പർമാരെ ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട് SDPIക്ക്. ഓങ്ങല്ലൂരിലെ പ്രബുദ്ധമായ ജനാധിപത്യ സമൂഹം എണ്ണപ്പെട്ട വോട്ടുകൾക്കാണ് 3 വാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇതിന്റെ പ്രചരണങ്ങളെ കുറിച്ച്, ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈ നാട്ടിലെ പ്രബുദ്ധമായ ജനാധിപത്യം തിരിച്ചറിഞ്ഞ് അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് ഓങ്ങല്ലൂർ പഞ്ചായത്തിന് നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ
പ്രസിഡന്റുമാരുണ്ടാകുന്ന ഒരു പഞ്ചായത്ത് നിങ്ങൾ സ്വപ്നം കാണണം. ഞങ്ങൾ ഒന്ന് മാത്രം നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ, അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഒരു നയാ പൈസ പോലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ചെലവഴിക്കുകയില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഈ നാട്ടിലെ ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ എല്ലാ തലങ്ങളിലും, പ്രാദേശിക തലങ്ങളിലെല്ലാം സോഷ്യൽ ഡെമോക്രസി, സാമൂഹിക ജനാധിപത്യത്തിലൂന്നിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലക്ക് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്നും അതോടൊപ്പം തന്നെ ഈ വരുന്ന 21-ാം തീയതി ഷൊർണൂർ ടോൾ പിരിവിന്റെ ഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് വരുന്ന വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ സ്വീകരിച്ചുകൊണ്ട് 40ഓളം കിലോമീറ്ററുകൾ താണ്ടി അങ്ങ് പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് കോട്ട മൈതാനിയിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നേ വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 15 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഇല്ലാത്ത വിധം ഇതിനെ തകർക്കാനും ഇല്ലാതാക്കാനും ഇതിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാനും ചില ശക്തികൾ ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഫാഷിസ്റ്റുകളുടെ ഓശാരം വാങ്ങിക്കൊണ്ടും ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ മുന്നില് ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ലാത്തികളുടെ മുന്നില്, നിങ്ങളുടെ നുണപ്രചരണത്തിന്റെ മുന്നില്, തീവ്രവാദ ആരോപണത്തിന്റെ മുന്നില്, ഇതിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവരുടെ മുന്നില്, ഇതിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ദാഷ്ട്യം നടിച്ചവരുടെ മുന്നില്, SDPI പാലക്കാട് ജില്ലയിൽ നിന്ന് നുള്ളി മാറ്റുമെന്ന് പറഞ്ഞവരുടെ മുന്നില് എന്താണ് SDPI പാലക്കാട് ജില്ലയിൽ നിന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആർക്കെന്നറിയുമോ? ഈ രാജ്യത്തെ പ്രബുദ്ധമായ ജനാധിപത്യ സമൂഹത്തിനല്ല, ഇതിനെ തകർക്കാൻ വേണ്ടി ഫാഷിസത്തിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതോടൊപ്പം തന്നെ ഫാഷിസ്റ്റുകൾക്ക് മുന്നിലും SDPI എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഈ ഒരു പോരാട്ടത്തിന്റെ വഴികളില് ആ സമ്മേളനത്തില് മുഴുവൻ ജനാധിപത്യ സമൂഹവും അത് കാണുവാനും വീക്ഷിക്കുവാനും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഇതിന്റെ ജാഥ ക്യാപ്റ്റൻ M. സയ്യിദ് അലി സാഹിബിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി.